ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് റൂം ക്ലീനിങ് ഒന്ന് കണ്ടാലോ? അപ്പം എല്ലാം കോലമായിട്ട് കിടക്കുവാണ് റൂം. നമ്മളെല്ലാം അടുക്കി പറക്കി എല്ലാം സെറ്റാക്കി നമുക്ക് കാണാം. നമുക്ക് ആദ്യം തൊട്ട് നമുക്ക് സെറ്റാക്കാൻ പോകണം. എല്ലാം ബാസ്ക്കറ്റ് എല്ലാം നമുക്ക് ആദ്യം പുറത്തോട്ട് ഇറക്കി വെക്കാമേ. എല്ലാ സാധനവും പുറത്തോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് അടുക്കാന്നുള്ള പ്ലാനിലാണ്. ദേവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നുണ്ട്. ദേവൻ ഉള്ളതുകൊണ്ട് പാടാണ് നമുക്ക് കുറച്ച് ചെയ്യാൻ. നമുക്ക് എന്തായാലും കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുക ചെയ്യണം. പക്ഷെ മടി കാരണം ഒന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ ഓർത്ത് ഒന്നും രണ്ടും അങ്ങ് തിരിഞ്ഞങ്ങ് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇത് ചവിട്ടിയെല്ലാം എടുത്തിട്ട് എല്ലാം പുറത്തോട്ടെല്ലാം മാറ്റുവാണ്. മേശ അവിടെ എല്ലാം ഇവിടെ സത്യം പറഞ്ഞാൽ വീഡിയോസൊക്കെ ഇവിടെ നിന്നാണ് ചെയ്യുന്നത് നമ്മൾ. അപ്പം ഫ്രെയിമിൻ്റെ വർക്ക് അതെല്ലാം ചെയ്യുന്നതുകൊണ്ട് എല്ലാം നല്ലതായിട്ട് ഒരു ഫ്രെയിമും എൻ്റെ ഹാമ്പറിൻ്റെ വർക്കൊക്കെ വന്നാൽ പിന്നെ റൂം നല്ല കോലം കെട്ടായിരിക്കും കിടക്കുന്നത്. പിന്നെ ഞാൻ എല്ലാം തുടച്ച് വൃത്തിയാക്കി. അങ്ങനെ ഇനി നമ്മൾ മേശയെല്ലാം വൃത്തിയാക്കി മേശ ഇങ്ങോട്ട് നീക്കിയിട്ട് ആ ജനലിരിക്കുന്ന ആ ചെടികളുണ്ടല്ലോ, അപ്പം അതെല്ലാം നമ്മൾ താഴോട്ട് ഇറക്കി എല്ലാം തുടച്ച്. നമ്മൾ ഏട്ടനാണെങ്കിൽ ചെടിയുടെ പ്രാന്തനാണ്. അതിന് അകത്ത് റൂമിൽ വരെയാണ് നമ്മളിപ്പം ചെടി കൊണ്ടുവച്ചേക്കുന്നത്. ദേവൻ ഈ സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. കമ്പൂട്ടായൊക്കെ ഞാൻ കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചേക്കുവാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പൊടിക്കകത്ത് മൊത്തം അവൻ കയറി നിരങ്ങി മൊത്തം പനിയാവും. പിന്നെ അതുപോലെ പുറത്ത് നല്ല മഴയാണ് കേസ്. പുറത്ത് നല്ല മഴ നടന്നുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ നമ്മൾ അടിയിലുള്ള സാധനങ്ങളെല്ലാം എല്ലാം എടുക്കുന്നുണ്ട്. എല്ലാം വലിച്ച് വാരി കിടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ എടുക്കുന്നുണ്ട്. ഈ ജനലിലുള്ള ആ ചെടിയും മണി പ്ലാന്റ് ആണ്. ഇത് മണി പ്ലാന്റിൻ്റെ വേറൊരു ടൈപ്പ് മണി പ്ലാന്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ആ മണി പ്ലാന്റ് ആണ്. അതെല്ലാം ഇത് പ്ലാസ്റ്റിക് പൂവാണ് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എന്തോ ഇളകിപ്പോയതാന്ന് തോന്നുന്നു. അത് സെറ്റാക്കി വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്ന് എന്നോട് കാര്യം പറയാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ അമ്മ അറിഞ്ഞില്ല വീഡിയോ എടുക്കുവാന്ന്. അങ്ങനെ പിന്നെന്താണ്, വൃത്തിയാക്കി നമുക്ക് ആ ജനലിൻ്റെ അവിടെ ഉള്ളതെല്ലാം താഴെ ഇറക്കിയിട്ട് നമുക്ക് തുടച്ചിട്ട് വേണം വയ്ക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് അവൻ മുട്ടായി മൊത്തം കഴിച്ചു. അമ്മയെ വിളിച്ച് മുട്ടായിയുടെ കമ്പ് കൊടുക്കുവാണ്. അങ്ങനെ നമ്മളതെല്ലാം തുടച്ച് വെക്കുവാണ്. നല്ല പൊടിയാണ് കേസ്. എന്ത് കാര്യം എന്ന് വെച്ചാൽ നല്ല മഴയാണല്ലോ. അപ്പം ആ ജനൽ നമ്മൾ 2 ജനലും പാളി നമ്മൾ നല്ല എപ്പോഴും 24 മണിക്കൂർ നമ്മൾ തുറന്നിട്ടേക്കുമായിരിക്കും. അതുകൊണ്ട് നല്ല എരിച്ചിലടിക്കും. നല്ല പൊടിയുണ്ട്. റോഡ് സൈഡാണല്ലോ, അപ്പോൾ നല്ല പൊടിയുണ്ട്. പിന്നെ അതെല്ലാം തുടച്ച് ഞാൻ പിന്നെ വെക്കുവാണ്, സെറ്റാക്കി വെക്കുവാണ്. അപ്പോൾ നമ്മൾ ഓരോ മണി പ്ലാന്റ് എവിടെ വെക്കും എന്നുള്ളതില്ല. അത് വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ താഴെ വെച്ച്. അത് ചിലപ്പോൾ അറിയത്തില്ല. നമ്മൾ തെർമാക്കോളിൻ്റെ ആണ് അത് നമ്മൾ ഇങ്ങനെ ഇത് വെച്ചേക്കുന്നത്, നീളത്തിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഒടിഞ്ഞു പോയാൽ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ഉള്ളത് താഴെ വെച്ചിട്ട് വെയിറ്റ് ഇല്ലാത്തത് താമേളിൽ വെച്ചിങ്ങനെ നോക്കി. ഇത് പിന്നെ നമ്മൾ ഫസ്റ്റ് തൂക്കിയിട്ടാണ്. ആദ്യം എനിക്ക് തൂക്കിയിട്ട് താഴെ കിടക്കുന്നതായിട്ട് തോന്നിയാണ്. പിന്നെ ഞാൻ ഓർത്തു ഇച്ചിരി അത് കെട്ടിയിട്ട് മേലോട്ട് തൂക്കാമെന്ന് വിചാരിച്ച് മേലോട്ട് തൂക്കുവാണേ. അങ്ങനെ അങ്ങനെ തൂക്കിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇനി എന്താണ് അത് സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഇനി നമ്മൾ പൂ വെച്ചു. പിന്നെ ബാക്കി അവൻ്റെ കാറിരിപ്പുണ്ട്. എൻ്റെ ബദറാണെങ്കിൽ വെളിയിലാണെങ്കിൽ കാർ അയച്ചു കൊടുത്തായിരുന്നു. അതിനെല്ലാം ഞാൻ അവൻ മൊത്തം പറക്കി കളയുവാണല്ലോ. പിന്നെ ഞാൻ അതെടുത്ത് ഇവിടെ ഞാൻ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഏട്ടനാണ് വെച്ച്. പിന്നെ അന്ന് അത് കഴിഞ്ഞ് അവൻ എടുത്തുകൊണ്ട് പോയി കട്ടിൻ്റെ കീഴ് മൊത്തം ഇട്ടേക്കുക ഞാൻ സൈഡിൽ. ഇപ്പം ഞാൻ രാവിലെ അടിക്കപ്പോൾ ഞാൻ അതെല്ലാം വാരി അതെല്ലാം അവിടെ തുടച്ച് വെച്ചു. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റെല്ലാം മാറ്റാൻ പോവാണ് ഗീസ്. ഇതാണ് വലിയൊരു പണിയാണ് ഗീസ്. ഈ ദേവനാണെങ്കിൽ മൊത്തം വാരി എല്ലാം ഇടും. പുതപ്പെല്ലാം വാരി കണ്ട ഇപ്പം കയറുന്നുണ്ടോ, വലിഞ്ഞ് കയറുവാണേ. എന്തായാലും കട്ടിലൊക്കെ കയറി അങ്ങ് ഡാൻസ് കളിയാണ് ദേവൻ. അങ്ങനെ അവനെ ഇറക്കി ഞാൻ എല്ലാം സെറ്റാക്കി. ഇതാണ് ലാസ്റ്റ് കണ്ട റൂം. എങ്ങനെയുണ്ട് റൂം ക്ലീനിങ്, എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ വീഡിയോ, കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.